കേരളത്തിൽ നടക്കുന്ന ലൈംഗിക അതിക്രമ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ ഉറങ്ങിക്കിടന്നിരുന്ന 6 വയസ്സുകാരിക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുകയാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് മറ്റൊരു സീറ്റിലേക്ക് കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്ന തമിഴ് കുടുംബത്തിനാണ് ഈ അപകടം സംഭവിച്ചത്. പുനലൂർ സ്റ്റേഷനിൽ പ്രതി സനീഷിനെ എത്തിച്ചിട്ടുണ്ട്. കുട്ടികളെ പോലും വെറുതെ വിടാത്ത കാമഭ്രാന്തന്മാരുടെ നാടായി മാറി നമ്മുടെ കേരളം. എന്താണ് പോക്സോ നിയമം എന്നറിയാമോ? കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കെതിരെയുള്ളതാണ്. അത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. ഇവനെ പോലുള്ളവർ പിന്നെ പുറം ലോകം കാണാത്ത വിധത്തിൽ ക്രൂരമായി ശിക്ഷ കൊടുക്കാൻ കഴിയണം. ഈ അപകടം സംഭവിച്ചത് ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിക്കാണെങ്കിൽ ജനങ്ങൾ വിധി എഴുതുന്നത് ആ പെൺകുട്ടിയുടെ പ്രായം, വേഷം, സമയം, സാഹചര്യം അതാണ് ഇതിനൊക്കെ വഴിതെളിച്ചതെന്നാവും. ആ സാഹചര്യത്തിൽ ആ പെൺകുട്ടി എന്തിനാണ് അവിടെ പോയത്, അതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് വിധി എഴുതും. എന്നാൽ ഇത് ട്രെയിനിൽ മുത്തശ്ശനൊപ്പം ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. ഇവർക്ക് നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അറിവില്ലായ്മയല്ല, ഈ നാട്ടിലെ നിയമങ്ങൾ അത്രക്കേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യമാണ്. സ്വന്തമായി കാര്യങ്ങൾ തിരിച്ചറിയാൻ പോലും ആകാത്ത കുട്ടികൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുന്ന സ്ഥിതിയാണെങ്കിൽ ആരെയും തൊടാൻ ഇവർ ധൈര്യം കാണിക്കില്ല. മാനസിക വൈകല്യം, മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ അടിമ എന്ന എളുപ്പ വഴി തേടിയാണ് ഇത്തരക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇത് തന്നെ ഒരു ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണെന്ന് വിധി എഴുതിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമം ശക്തമാകുക എന്നുള്ളത് മാത്രമാണ് ഇത്തരക്കാർക്കെതിരെ എടുക്കാൻ കഴിയുന്ന ഏക മാർഗം.